ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു മസാല വടയാണ്. പരിപ്പ് വെച്ചിട്ടല്ല ഈ മസാല വട തയ്യാറാക്കുന്നത്, വെള്ളക്കടല വെച്ചിട്ടാണ് ഈ മസാല വട തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. പരിപ്പ് വടയുടെയൊക്കെ അതേ ടേസ്റ്റാണ്, അതിലും കൂടുതൽ ടേസ്റ്റിയാണെന്ന് പറയാം. എനിക്ക് പരിപ്പ് വടയേക്കാളും കൂടുതൽ ഇഷ്ടം ഈ ഒരു വടയാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് പറയൂ ഏതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. ഇത് 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇപ്പോൾ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ്. 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം മുഴുവനായിട്ടല്ല, കുറച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഒന്ന് കറക്കിയെടുത്തിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞിട്ടൊന്നുമില്ല. തരുതരിപ്പായിട്ടുണ്ട്, ചിലതൊക്കെ മുഴുവനായിട്ടും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കി വെള്ളക്കടല ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ബൗളിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂൺ പെരിഞ്ജീരകം അരക്കുന്ന സമയത്താണ് ഓർമ്മ വന്നത്. അപ്പം ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി പച്ചമുളകാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, മല്ലിയില, ഇപ്പോൾ രണ്ടും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാളയൊക്കെ ആണെങ്കിൽ പകുതി എടുത്താൽ മതിയാവും. ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്നും കുറച്ചായിട്ട് നമുക്ക് ഇങ്ങനെ കയ്യിലേക്ക് ബോൾസായിട്ട് എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്കത് പരത്തിയെടുക്കണം. നമ്മുടെ പരിപ്പ് വടയുടെയൊക്കെ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കണം. സൈഡൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അങ്ങനെ ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കാം. എന്നിട്ട് ചൂടായ ഓയിലിലേക്ക് ഇതിട്ട് കൊടുക്കണം. ഇതിട്ട് കൊടുക്കുന്ന സമയത്തും സൈഡൊക്കെ ഒന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് നോക്കണം. മീഡിയം ഹോട്ടിലാണ് ഇടേണ്ടത്, ഹൈ ഫ്ലെയിമിലൊന്നും പാടില്ല. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ നമുക്ക് വട ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലെങ്കിൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ കോൺഫ്ലോറോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വെള്ളക്കടല വെച്ചിട്ടുള്ള ഈ ഒരു മസാല വട തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ എന്നെ അറിയിക്കുകയും വേണം. നമ്മുടെ ചാനലിൽ ചിക്കൻ വെച്ചിട്ട് ഒരു പരിപ്പ് വട റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്